നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വികസന പ്രവർത്തനങ്ങളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്ന ദുബായിൽ 208 ബില്യൺ ദിർഹത്തിന്റെ പദ്ധതിയുമായി ഭരണാധികാരി. പ്രവാസികളെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായ് സോഷ്യൽ അജണ്ട 33 എന്ന പേരിൽ 208 ബില്യൺ ദിർഹത്തിന്റെ പദ്ധതിയാണ് ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുബായ് ഭരണാധികാരി 18 വർഷം പൂർത്തീകരിച്ച അവസരത്തിലാണ് പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം. എമിറേറ്റിലെ ജനങ്ങളുടെ സാമൂഹിക ക്ഷേമം, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി. ഇത് നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ ഹംദാൻ ബിൻ മുഹമ്മദിനോടും മക്തൂം ബിൻ മുഹമ്മദിനോടും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബം നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിത്തറ എന്നതാണ് പദ്ധതിയുടെ പ്രമേയം. 10 വർഷത്തിനുള്ളിൽ സ്വദേശി കുടുംബങ്ങളുടെ എണ്ണം 2 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ഒരു ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം, അതുപോലെ കുടുംബങ്ങളുടെ സംരക്ഷണം, പരിപാലനം, ശാക്തീകരണം, ജനങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ആരോഗ്യ പരിരക്ഷാ സംവിധാനം കൊണ്ടുവരിക, ഭാവിയിലെ പുത്തൻ സാങ്കേതിക വിദ്യകളും അറിവും ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ സജ്ജമാക്കുക, മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കുക, കുടുംബങ്ങളുടെ സംരക്ഷണം, അതുപോലെ തന്നെ പരിപാലനം, ശാക്തീകരണം എന്നിവയിൽ ഊന്നിയ സാമൂഹിക വ്യവസ്ഥ കൊണ്ടുവരിക തുടങ്ങിയ സമഗ്ര പദ്ധതികളാണ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്. ദുബായിയെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നായി മാറ്റുക, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എമിറാത്തികളുടെ എണ്ണം 3 ഇരട്ടിയാക്കുക, അപേക്ഷിച്ച് 1 വർഷത്തിനുള്ളിൽ ഓരോ പുതിയ എമിറാത്തി കുടുംബത്തിനും ഭൂമിയും വായ്പയും നൽകുക, 2033 ദുബായിലെ പുതിയ എമിറാത്തി കുടുംബങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയിലെ അപ്പാർട്ട്മെന്റുകൾ 2023 വിറ്റത് 3629 കോടി രൂപയ്ക്കാണ്. കഴിഞ്ഞ വർഷം 1.6 ബില്യൺ ദിർഹത്തിന്റെ അപ്പാർട്ട്മെന്റ് ഡീലാണ് നടന്നത്. ബുർജ് ഖലീഫയുടെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് ആഗോള പ്രോപ്പർട്ടി കൺസൾട്ടന്റുകൾ നടത്തിയ വിശകലനത്തിലാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. 2023 ബുർജ് ഖലീഫയിലെ അപ്പാർട്ട്മെന്റ് ഡീലുകളിൽ 22% വർധനവുണ്ടായി. ആകെ 117 വിൽപ്പനകളാണ് നടന്നത്. ദുബായ് ഡൗൺ ടൗണിൽ കഴിഞ്ഞ വർഷം നടന്ന വിൽപ്പനയായ 14.6 ബില്യൺ ദിർഹത്തിന്റെ 7% ബുർജ് ഖലീഫയിൽ നടന്നത്. 2023 വിറ്റ ഏറ്റവും ചെലവേറിയ വീട് 2022 നിരക്കിനേക്കാൾ 140% കൂടുതലാണ് എന്നത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ കെട്ടിടത്തിലെ ആഡംബര ജീവിതത്തിനുള്ള തുടർച്ചയായ ഡിമാൻഡ് സൂചിപ്പിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.